ശിവനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ അതായത് ഒന്നും എനിക്ക് വേണ്ട. ആ മലയിലുള്ള ശിവനെ പ്രാർത്ഥിച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അവിടുന്ന് 2 മല തരണം, ശിവഗിരിയും ശക്തിഗിരിയും. അതിന് അഗസ്ത്യർക്ക് എടുക്കാൻ വയ്യാത്തത് കാരണം അദ്ദേഹം ഇടുമ്പൻ എന്ന് പറയുന്ന മഹാശക്തിയായ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ആരാധകനോട് പറഞ്ഞു, ഇതൊന്ന് തൂക്കിക്കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. 2 തോളിലുമായിട്ട് ഇടുമ്പനിൽ നിന്ന് തൂക്കിക്കൊണ്ട് വരികയായിരുന്നു കാവലിൻ്റെ 2 മലകൾ. ഈ 2 മലകളെ തൂക്കിക്കൊണ്ടുവന്ന് പഴനിക്കടുത്തെത്തി. ഭാരം താങ്ങാനാവാതെ അവിടെ വച്ചു. അതിനെ എടുക്കാൻ രണ്ടാമത് ശ്രമിച്ചപ്പോഴത്തേക്ക് ഇടുമ്പൻ രണ്ടാമത് ശ്രമിച്ചപ്പോഴത്തേക്ക് ഒരു ദണ്ണ് ഏന്തിക്കൊണ്ട് ഒരു പാലെന്ന് പറഞ്ഞു, അത് എൻ്റേതാണ്, നീ എടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോടാണോ നീ കളിക്കുന്നത് എന്ന് ഇടുമ്പനും ആ സുബ്രഹ്മണ്യനുമായിട്ട് വല്ലാത്തൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഇടുമ്പനെ കൊന്നപ്പോൾ അഗസ്ത്യരുടെയും ഇടുമ്പിയുടെയും വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ആ റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥന മൂലം ആ ഇടുമ്പന് സായുജ്യം കൊടുക്കുകയും വീണ്ടും ഇടുമ്പൻ ഉയർത്തെഴുതുകയും എനിക്ക് അങ്ങനെ സേവിക്കാനുള്ള ഒരു അവസരം തരണമെന്നും ആ ദിവസം എല്ലാവരും ആ ഭാരം ശരീരത്തിൽ ഭാരമേറ്റിക്കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇടുമ്പനെ റെപ്രസെൻറ്റ് ചെയ്ത് സുബ്രഹ്മണ്യന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതാണ് ഈ കാവടി എന്ന് പറയുന്നത്. ആദ്യകാലത്തെ കാവടി ഇങ്ങനെ അല്ല. കാവടി എടുക്കുന്ന ഒരു ദണ്ണ് കയ്യിൽ വെക്കണം എന്നാണ്. ദണ്ണ് എന്ന് വെച്ചാൽ പെരമ്പ്, ഒരു ദണ്ണ് കയ്യിൽ വെച്ചിട്ട് 2 ഭാഗങ്ങളിലും തുല്യമായിട്ട് ആദ്യം സാധാരണ ആത്മസമർപ്പണ എണ്ണയാണ് ആദ്യത്തെ കാവടിക്ക് എടുക്കുന്നത്. അത് തത്വം എന്ന നീ മുരുക എന്ന് പറഞ്ഞത് അവയാർ പാടിയത്. തത്വം എന്ന മുരുക, തത്വം എന്ന മുരുക. അതേപോലെ തന്നെ പറയുന്നത് ശക്തി വടിവേലനെ ശക്തി ഉമൈവാലനെ ഷൺമുഖാനീയനക്ക് കുറെ ദീർഘവരവേണുമേ, ഷൺമുഖാനീയനക്ക് കുറെ ദീർഘവരവേണുമേ, ഷൺമുഖാനീയനക്ക് കുറെ ദീർഘവരവേണുമേ. അപ്പൊ അവിടെ ഈ ഷൺമുഖന്റെ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തീർക്കണമെങ്കിൽ എന്തെടുക്കണം? കാവടി എടുക്കണം. ഒരുപാട് അഭീഷ്ടസിദ്ധിക്കായിട്ട് എടുക്കേണ്ട ഒന്നാണ് കാവടി.